നമസ്കാരം, ഞാൻ ഡി ജോയ്ക്കുട്ടി, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രാക്ടീഷണർ. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരുന്നു. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് കൗമാര പ്രായക്കാരിലും ചെറിയ കുട്ടികളിലും ഒക്കെയുള്ള സ്വഭാവ വൈകല്യങ്ങളും അവരുടെ ക്രിമിനൽ സ്വഭാവവും അതിന്ന് നമ്മളെ വളരെയധികം നടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള കാരണങ്ങൾ എന്താണ്, ഇതിനുള്ള പ്രതിവിധി എന്താണ്, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ കൗമാരപ്രായക്കാരിലും ചെറുപ്രായക്കാരിലും ഒക്കെ ഉണ്ടാകുന്ന ഈ മാനസികമായ പ്രശ്നങ്ങൾക്ക്, അവരുടെ ക്രിമിനൽ സ്വഭാവത്തിന് ഉള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഞാൻ പറയുകയാണ്. പ്രധാനമായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എങ്ങനെയാണ്, മാതാപിതാ അവരുടെ ബന്ധങ്ങൾ, ആ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, അതായത് എപ്പോഴും അവർ കലഹിച്ച് ജീവിക്കുന്നവരാണോ, അവർ വേർപിരിഞ്ഞ് ജീവിക്കുന്നവരാണോ, ആ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയുടെ അനുഭവമുണ്ടോ, ആ കുടുംബത്തിലെ ഒരു ദൈവികമായ ഒരു അനുഭവങ്ങൾ, ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ടോ, ഇങ്ങനെ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ആ കുട്ടികളിൽ, ഈ കൗമാരക്കാരിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒന്നാമത്, ഈ ബന്ധങ്ങൾ നമ്മൾ ശക്തമായി ഇല്ലെങ്കിൽ ആ ബന്ധത്തിലുള്ള ഈ വിടവ് മൂലം ഈ പ്രായക്കാരിൽ അനേകം പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ട്. അതായത് ലോക ആരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇന്ന് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളിൽ, അതായത് 14% കൗമാര പ്രായക്കാരും ഓരോ മാനസിക പ്രശ്നങ്ങളുമായിട്ട് പോകുന്നവരാണ്. അതായത് മാനസികമായ വൈകല്യങ്ങൾ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ ഈ മാനസിക പ്രശ്നങ്ങൾ, ഈ ക്രിമിനൽ സ്വഭാവം, അവരുടെ സ്വഭാവ വൈകല്യത്തിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ ഇന്നത്തെ മീഡിയ. അതായത് ഇന്ന് സോഷ്യൽ മീഡിയ, അൺഫിൽറ്റേർഡ് സോഷ്യൽ മീഡിയയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ സോഷ്യൽ മീഡിയയിലൂടെ യഥാർത്ഥത്തിൽ അൺഫിൽറ്ററായിട്ട് വരുന്ന കാര്യങ്ങൾ പലതും, അതായത് ഈ കൗമാരക്കാരിലും ചെറുപ്രായത്തിലുള്ള കുട്ടികളിലും ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. കാരണം അവർ നെഗറ്റീവായിട്ടുള്ള പല സംഭവങ്ങളും പല ഇമേജുകളും അവരുടെ ബ്രെയിനിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഈ മീഡിയ വഴി വരുന്ന കാര്യങ്ങൾ, അതിൽ ഏറ്റവും ചിന്തിക്കാവുന്ന കാര്യം, നമുക്ക് കാണാവുന്ന കാര്യം, നമുക്കറിയാം ഇന്ന് അതായത് വീഡിയോ ഗെയിമുകൾ അവർ കളിക്കുകയാണ്. അതിലൂടെ അവരിൽ ഉണ്ടാകുന്ന ആ മാനസികമായ പ്രശ്നം, ആ വീഡിയോ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഗെയിമിലൂടെ അവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പല കുട്ടികളും എൻ്റെ മുന്നിൽ കൗൺസിലിങ്ങിനും അതേപോലെയൊക്കെ വന്നപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ മാതാപിതാക്കൾ പറയുന്നത് മണിക്കൂറുകളോളം അവർ വീഡിയോ കളിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നാണ്. അതായത് ഈ ഓൺലൈനായിട്ട്, അതായത് ഗ്രാഫിക് ഓൺലൈൻ വയലൻസ് എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. അതായത് ഓൺലൈനായിട്ട് വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ മീഡിയ വഴി വരുന്ന അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്തെ വയലൻസ്, അതിനകത്തെ രക്തച്ചൊരിച്ചിലുകൾ, അതിനകത്തെ മർദ്ദനങ്ങൾ, അക്രമ സ്വഭാവങ്ങൾ എല്ലാം ഈ കുഞ്ഞുങ്ങളിലേക്ക് വളരുകയാണ്. ആ സ്വഭാവങ്ങൾ അവർ ഉൾക്കൊണ്ടുകൊണ്ടാണ് വീണ്ടും ജീവിക്കുന്നത്. അപ്പോൾ ഈ മീഡിയയുടെ അതിപ്രസരണം, അതായത് അവർ മൊബൈലായിരിക്കാം, അതേപോലെയുള്ള മറ്റെന്തും ആയിക്കൊള്ളട്ടെ, അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം അവരിൽ ഒരു വലിയ സ്വഭാവ മാറ്റം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധം. അതായത് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടുകെട്ടുകൾ, അതായത് നല്ല കുട്ടികളുമായിട്ട് കിട്ടുന്നില്ല. അവർക്ക് മോശം കുട്ടികളാണ് അവരുടെ കൂട്ടുകാരെങ്കിൽ അവരുടെ സ്വഭാവത്തിലേക്ക് അവർ പോകുന്നു. അതായത് സ്വഭാവം എന്ന് പറയുമ്പോൾ അവർ മദ്യപാനത്തിന്, മയക്കുമരുന്ന്, അങ്ങനെയുള്ള സുഖലോലുപതയിലേക്ക് അവർ പോവുകയും അവരെ ആരും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരങ്ങ് പോവുകയാണ്. അവരുടെ ചുറ്റുപാടുകൾ അവർക്ക് കൊടുക്കുന്ന സ്വാധീനം, ആ സ്വാധീനം ഏറ്റവും വലിയതാണ് ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് അതിനെ പിന്നെ തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കുന്നില്ല.
അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ വൈകാരിക അസ്ഥിരത. അവരുടെ വൈകാരിക അസ്ഥിരത എന്ന് പറയുമ്പോൾ അവരിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളെ അവർക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ വികാരങ്ങൾ അതിനെ ഒരു പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ മനസ്സ് വലിയ കല്ലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ സിമ്പതി എന്ന് പറയുന്ന ഒരു വാക്കില്ല. അവർക്ക് എന്തിനു വേണ്ടിയും അവർ ഒരു ദാക്ഷിണ്യവും കാണിക്കാത്ത അവസ്ഥയിലേക്ക് അവർ പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് അവരുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള അവരുടെ ജീവിത നിലവാരങ്ങൾ, വിദ്യാഭ്യാസമില്ലായ്മ, അതായത് തൊഴിലില്ലായ്മ, ഇതെല്ലാം അവരെ ഇങ്ങനെ ഉള്ള ഒരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകും. അതായത് കയ്യിൽ പൈസയില്ല, ജീവിക്കാനായിട്ടുള്ള യാതൊരു വരുമാനവും ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അതായത് മോഷണത്തിലേക്ക് പോകുന്നു. അതായത് എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചെടുക്കുവാനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിയെ തന്നെ അവർ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് അവർ പോവുകയാണ്. അങ്ങനെ അവർ അതിനെ ഒരു ക്രിമിനലായിട്ട് മാറുവാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അപ്പോൾ അവരുടെ ജീവിതം ഒരു കല്ലായിട്ട് മാറുമ്പോൾ അവരുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെടുന്നു. ഇന്ന് സമൂഹത്തിൽ ഇത് വലിയ ഒരു ശാപമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുവാൻ സാധിക്കാതെ, അതായത് ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്നും പരസ്പരം സ്നേഹിക്കണമെന്നും പരസ്പരം മുറിപ്പെടുത്തരുതെന്നും എല്ലാവരെയും ഉൾക്കൊള്ളണമെന്നും ഇതെൻ്റെ മാതാപിതാക്കളാണ്, ഇതെൻ്റെ ഗ്രാൻഡ് ഫാദറാണ്, ഗ്രാൻഡ് മദറാണ്, എൻ്റെ സഹോദരനാണ്, സഹോദരിയാണ് എന്നുള്ള ഒരു ചിന്ത കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു. അപ്പോൾ അതുമൂലം അവരുടെ മനസ്സിന് അതെങ്ങനെ കാണണം, അതായത് എങ്ങനെ ഇതിനോട് പ്രതികരിക്കണമെന്നുള്ള ആ പ്രതികരണ ശേഷി അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇതിന് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് കുടുംബം, സമൂഹം, മാതാപിതാക്കൾ, അതേപോലെ അധ്യാപകർ ഇതിന് വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഓരോ കുഞ്ഞിൻ്റെയും ചലനങ്ങൾ, അവരുടെ ഭാവങ്ങൾ, അവരുടെ ഓരോ ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം നമ്മൾ നോക്കണം. അവർ എന്താണ് മൊബൈലിൽ കാണുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ഈ കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് ഇവരെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അവർക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നമുക്ക് നൽകേണ്ടതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതായത് മാനസികമായിട്ടുള്ള അവരുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വൈറ്റമിൻ B12, ഒമേഗ-3, വൈറ്റമിൻ D, HB, ഇതൊക്കെ അവർക്ക് ആവശ്യത്തിനുണ്ടായിരിക്കണം. ഇതെല്ലാം കുറഞ്ഞു പോയാൽ അത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. നമുക്ക് അതിനൊക്കെ അവർക്ക് നല്ല പോഷകാഹാരങ്ങൾ കൊടുക്കണം. നല്ല രീതിയിൽ വ്യായാമം അവർക്ക് ആവശ്യമാണ്. ഒരു വെളിയിലേക്ക് പോയി അവർക്ക് പറ്റുന്ന രീതിയിലുള്ള വ്യായാമം ചെയ്യണം. അത് അവരുടെ മനസ്സിന് നല്ല ഒരു ഇത് കിട്ടും. അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം അവർക്ക് നമ്മൾ കൊടുക്കണം. എപ്പോഴും അവരെ നമ്മുടെ വീടിനകത്തിട്ട് മർദ്ദിക്കുന്ന അല്ലെങ്കിൽ ശകാരിക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മൾ അവരെ വിടരുത്. അവർക്ക് താങ്ങും തണലുമായിട്ട് സമൂഹം നിൽക്കണം, അധ്യാപകർ നിൽക്കണം, മാതാപിതാക്കൾ നിൽക്കണം. അതേപോലെ തന്നെയാണ് അവരുടെ ശാരീരികമായ ആരോഗ്യം, അവരുടെ ശാരീരിക ആരോഗ്യവും അവരുടെ മാനസിക ആരോഗ്യവും നമ്മൾ ഒന്നുപോലെ കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കണം. അവരുടെ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ കാണുമ്പോൾ അവർ തിരുത്തുവാൻ നമുക്ക് കടമയുണ്ട്. അതായത് അവസാനം വലിയ ഒരു ആക്സിഡൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അവരെ രക്ഷിക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ കൗമാരക്കാരുടെ ഈ പ്രശ്നങ്ങളിലേക്ക്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളെ നമ്മൾ വളരെയധികം ലാഘവത്തോടെ, ജാഗ്രതയോടെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് ഇവരെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും. അതിനായിരിക്കണം നമ്മുടെ തുടർന്നുള്ള എല്ലാ പരിശ്രമങ്ങളും. നന്ദി, നമസ്കാരം.